السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ ജുമുഅ ദിവസം ഇന്നത്തെ എല്ലാ അമലുകളും ഇബാദത്തുകളും നമ്മൾ ചൊല്ലുന്ന സ്വലവാത്തുകളും അർഹമുർ റഹീമീനായ അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കട്ടെ, ഖബൂലാക്കട്ടെ. കഴിഞ്ഞ 2 ആഴ്ചകളിലായി സൂറത്തുൽ ഫുർഖാനിന്റെ അവസാനത്തെ ആയത്തായ വല്ലദീന യഖൂലുന റബ്ബന ഹബ് ലനാ എന്ന് തുടങ്ങുന്ന അള്ളാഹുവിൻ്റെ വചനത്തെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇതൊരു പ്രാർത്ഥനയാണ്, ദുആയാണ്. ഞങ്ങളുടെ കരളിൻ്റെ കഷ്ണങ്ങളായ ഞങ്ങളുടെ മക്കളെ കൺകുളിർമ തരുന്ന സമാധാനവും സ്വസ്ഥതയും ശാന്തിയും സന്തോഷവും നൽകുന്ന മക്കളാക്കണമേ എന്നാണ് ഈ ദുആയുടെ ആരംഭത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നതെങ്കിൽ, ഈ ദുആയുടെ അവസാനം നമ്മൾ അള്ളാഹുവിനോട് പറയുന്നത് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളുടെ മക്കൾ നല്ല മക്കളാകണമെന്നുണ്ടെങ്കിൽ ആ മക്കളുടെ മാതാപിതാക്കളായ ഞങ്ങളെ മാതൃകയായ നന്മയുള്ള ഗുണമുള്ള എല്ലാ അർത്ഥത്തിലും റോൾ മോഡലായ മാതാപിതാക്കളായി സ്വീകരിക്കണമേ എന്നാണ്. കഴിഞ്ഞ ആഴ്ച എങ്ങനെ ഒരു നല്ല പിതാവാകാം, എങ്ങനെ നല്ലൊരു വാപ്പയാവാം, പരിശുദ്ധ ഖുർആനിൽ എടുത്തുദ്ധരിക്കുന്ന ചില നല്ല വാപ്പമാരുടെ ഉദാഹരണങ്ങൾ അടക്കം നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല ഉമ്മമാരെ കുറിച്ചാണ്. അതിന് മലയാളത്തിൽ ചുരുക്കത്തിൽ നമുക്കൊരു വാക്കുപയോഗിക്കാം, മാതൃക, മാതൃത്വം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാതൃകയാക്കണമേ എന്നാണ് ഞങ്ങളുടെ മക്കൾക്ക്. അപ്പം എങ്ങനെ ഒരു മാതൃകയായ ഉമ്മയാവാം, മാതാവാകാം? ആ അർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ വളരെ പ്രധാനമായ 5 ഉമ്മമാരുടെ കഥ പറയുന്നുണ്ട്. അവരെ നമുക്ക് മാതൃക, മാതൃത്വം എന്ന് പേരെടുത്ത് പറയാൻ കഴിയും. ഉമ്മ എന്ന വാക്കിന് പകരം വെക്കാൻ വേറൊരു വാചകം ലോകത്തില്ലല്ലോ. സ്വാമി വിവേകാനന്ദനോട് വളരെ ചെറുപ്പക്കാരനായ ഒരു വ്യക്തി വന്നിട്ട് ചോദിച്ചു, എല്ലാ മതങ്ങളും ഉമ്മയെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം, അവരെ സഹായിക്കണം, അവരെ നെഞ്ചോട് ചേർത്ത് വെക്കണമെന്ന് പറയാനുള്ള കാരണം എന്താണ് എന്ന് സ്വാമിജി പറഞ്ഞത്, നീ വലിയൊരു കല്ലെടുത്തു കൊണ്ടുവന്ന് നിന്റെ വയറ്റിൽ വെച്ച് കെട്ടുക എന്നാണ്. ആ ചെറുപ്പക്കാരൻ സ്വാമിജിയെ അനുസരിച്ചുകൊണ്ട് വലിയൊരു കല്ല് വയറ്റിൽ വെച്ച് കെട്ടി. നല്ല ഭാരമുള്ള കല്ലാണ്. കുറച്ചു സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ 9-10 തവണ നടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്വാമിജിയോട് പറഞ്ഞു, ഞാൻ മടുത്തു, ക്ഷീണിതനായി എന്ന്. സ്വാമിജി തിരിച്ച പയ്യനോട്, ചെറുപ്പക്കാരനോട് ചോദിച്ചത് ഇപ്പോൾ മനസ്സിലായോ എന്നാണ്.
അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, അമ്മ 9 മാസം എൻ്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് നടന്ന് അനുഭവിച്ച പ്രയാസങ്ങൾ ലോകത്തിന് തുല്യതയില്ലാത്ത പ്രയാസമാണ്. തലവേദനയും ക്ഷീണവും തളർച്ചയും നടുവേദനയും, അങ്ങനെ ജീവിതത്തിൽ അനുഭവിക്കാത്ത രോഗങ്ങളാണ് ഒരു കുഞ്ഞ് വയറ്റിൽ ജന്മം കൊള്ളുന്ന ആ സമയം മുതൽ ഒരു അമ്മ അനുഭവിക്കുന്നത്. ജീവിതത്തിൽ അനുഭവിക്കാത്ത തളർച്ചയും വേദനയുമാണ് ഒരു അമ്മ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ മതങ്ങളും അമ്മയെ, ഉമ്മയെ, മാതാവിനെ സ്നേഹിക്കുകയും അവരെ പരിചരിക്കുകയും ചെയ്യണമെന്ന് പറയുകയും അവരെ നെഞ്ചോട് ചേർത്ത് വെക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നത്. എല്ലാ മതങ്ങളും പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വാചകത്തിന് തുല്യമായൊരു വാചകം ലോകത്ത് കാണാൻ കഴിയില്ല. വല തഖുല്ലഹുമാ ഉഫ്ഫിൻ, ഛേ എന്ന് പോലും പറയരുതെന്നാണ്. കാരണം ഏറെ പ്രായമാകുമ്പോൾ 70, 80, 85 വയസ്സാവുമ്പോൾ കട്ടിൽ കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തും. അപ്പോഴാണ് മക്കളുടെ വായിൽ നിന്ന് പലതവണ ആവർത്തിച്ചത് ചെയ്യുമ്പോൾ ഛേ എന്നൊരു വാക്ക് വരുന്നത്. അതിൻ്റെ ദുർഗന്ധം അസഹ്യമാകുമ്പോൾ, അത് കഴുകി വൃത്തിയാക്കി മടുപ്പുളവാക്കുമ്പോൾ മക്കളുടെ വായിൽ നിന്നും അറിയാതെ വന്നുപോകും ഛേ എന്ന്. അങ്ങനെ പോലും വലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ, ഛേ എന്നൊരു വാക്ക് പോലും വരരുത് എന്ന് ഖുർആൻ. ഖുർആൻ പറയുന്ന 2 വാക്കുണ്ട്, ഹൗലൈനി കാമിലൈനി. രണ്ടാമത്തെ വാക്ക് വഫിസാലുഹു ഫീ ആമൈൻ, പൂർണ്ണമായ 2 കൊല്ലം ഉമ്മ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാല് നൽകി. പ്രകൃതിയുടെ വരദാനമായ തുല്യതയില്ലാത്ത ഭക്ഷണം, കലർപ്പില്ലാത്ത മായമില്ലാത്ത ഈ പ്രകൃതി നൽകിയ ആ ഭക്ഷണം, പ്രസവത്തോടെ ഒരു കുഞ്ഞിൻ്റെ, ഒരു സ്ത്രീയുടെ മാറിടത്തിൽ തുളുമ്പി നിൽക്കുന്ന ആ മുലപ്പാല് ഉമ്മ 2 കൊല്ലം. ഖുർആൻ പറയുന്ന വാചകമാണ് ഞാൻ എടുത്തു പറയുന്നത്, എൻ്റെ വാക്കുകളല്ല. ഹൗലൈനി കാമിലൈൻ. രണ്ടാമത്തെ വാക്ക് വഫിസാലുഹു ഫീ ആമൈൻ, 2 കൊല്ലം ഉമ്മ കുഞ്ഞിന് മുലപ്പാല് നൽകി. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ഈ പ്രസംഗത്തിൻ്റെ അവസാനം മനസ്സിലാക്കാം. അപ്പോൾ ഉമ്മയ്ക്ക് തുല്യമായി ലോകത്തൊരു പദവും ഉമ്മയ്ക്ക് തുല്യമായി ലോകത്തൊരു മനുഷ്യനുമില്ല എന്ന് ഖുർആൻ എടുത്തുദ്ധരിക്കുമ്പോൾ ഖുർആൻ പറയുന്ന 5 ഉമ്മമാരുടെ കഥയുണ്ട്. വെറുതെ ഒരു 5 ഉമ്മമാരുടെ കഥ പറയുന്നതല്ല. അവർ മാതൃകയായിരുന്നു, മക്കൾക്ക് മാതൃകയായിരുന്നു. മക്കൾക്ക് മാതൃകയായി ജീവിച്ചത് കൊണ്ട് മക്കളും മാതൃകയായി മാറി. ഒന്ന് ഉമ്മി മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മ. ഖുർആൻ ഏറ്റവും അധികം പേരെടുത്തുദ്ധരിക്കുന്ന ഒരു പ്രവാചകനുണ്ടെങ്കിൽ അത് കലീമുല്ലാഹി മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ നാമമാണ്. അത് ബൈബിളാണെങ്കിലും അതിൻ്റെ പഴയ നിയമമാണെങ്കിലും പുതിയ നിയമം ഒക്കെ ആണെങ്കിലും മോശ പ്രവാചകന്റെ ചരിത്രം അവരിൽ എടുത്തുദ്ധരിക്കുന്നുണ്ടെങ്കിൽ ഖുർആൻ ഏറ്റവും അധികം എടുത്തു പറയുന്ന നാമം മൂസ നബിയുടെ നാമമാണ്. ഏറ്റവും കൂടുതൽ ചരിത്രം പറയുന്നുണ്ട് ഖുർആനിൽ. എന്തുകൊണ്ട്? മൂസ നബി അലൈഹി ഇസ്ലാം കലീമുള്ളയായി അള്ളാഹുമായി നേരിട്ട് ഈ ഭൂമിയിൽ വെച്ച് സംഭാഷണം നടത്തി. അത്രയും വലിയ സൗഭാഗ്യം കിട്ടിയ ഒരു മനുഷ്യന്റെ ഉമ്മ, ഒരു പ്രവാചകന്റെ ഉമ്മ, അത് മാതൃകയാ ഉമ്മയായിരുന്നു, മാതൃത്വമായിരുന്നു. ഉമ്മി മൂസയുടെ ഉമ്മ എന്നാണ് ഖുർആൻ പറയുന്നത്. 2 ഇംറഅത്ത് ഇമ്രാന്റെ ഭാര്യ അഥവാ ഉമ്മു മറിയം, മറിയത്തിന്റെ ഉമ്മ. ഒന്ന് ഉമ്മി മൂസ, 2 ഉമ്മു മറിയം, മൂന്നാമത്തത് ഉമ്മു ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ. 4 ഉമ്മു ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ. പിന്നെ അവസാനം പറയുന്ന ഉമ്മ ആരാണ്? ഉമ്മു ഈസ, ജീസസ് ക്രൈസ്റ്റിന്റെ ഉമ്മ, അഥവാ ഈസ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാവ് ഉമ്മ. ഇങ്ങനെ 5 നബിമാരുടെ ഉമ്മ. അവര് മാതൃകാ ഉമ്മയായപ്പോഴാണ് അവരുടെ മക്കളും ലോകത്തിന് മാതൃകയായത്. അവരുടെ പേരും ചരിത്രവും പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നത് എന്ന് നാം ചിന്തിക്കുക. നാം ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്
മൂസ അലി ഇസ്ലാമിൻ്റെ ഉമ്മയെ കുറിച്ചാണ്. മൂസ നബി അലി ഇസ്ലാമിയുടെ ഉമ്മ ജീവിച്ചിരുന്നത് ഈജിപ്തിൽ തന്നെ. ഫറോവൻ ഒന്നാമൻ, ഫറോവൻ രണ്ടാമൻ, ഫറോവൻ മൂന്നാമൻ, ഇങ്ങനെ ഒരുപാട് ഫറോവമാരുടെ അടിച്ചമർത്തലുകളുടെ ഏകാധിപത്യത്തിൻ്റെ ഭരണത്തിൻ്റെ കാലഘട്ടത്തിലാണ് മൂസ നബി അലി ഇസ്ലാമിൻ്റെ ഉമ്മ ജീവിച്ചിരുന്നത്. അന്ന് ഏറ്റവും അറിയപ്പെടുന്ന ഫറോവൻ അഥവാ ഫിർഔൻ അന്നാട്ടിലെ ആൺകുട്ടികളെ കൊന്നൊടുക്കി. ഒരു ആൺകുഞ്ഞുങ്ങളെ ജീവിക്കാൻ അനുവദിച്ചിരുന്നില്ല. എന്തുകൊണ്ട്? തൻ്റെ ഭരണം, തൻ്റെ ഏകാധിപത്യം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരു കുഞ്ഞ് ജനിക്കാനിരിക്കുന്നു എന്ന സന്ദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ ആൺകുട്ടികളെയും കൊന്നുകളഞ്ഞേക്കാൻ പറഞ്ഞു ഫറോവൻ എന്ന ഏകാധിപതി. അന്ന് ആ ഉമ്മയും ഗർഭിണിയായി. തൻ്റെ ഗർഭം മറച്ചു വെച്ചു ഉമ്മി മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ. ആ ഗർഭം മറച്ചു വെച്ചു. ആരോരും അറിയാതെ ഓരോ പട്ടാളക്കാരും വീട് വീടാന്തരം കയറി ഇറങ്ങി അവര് പേര് ലിസ്റ്റിൽ പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഓരോ ആൺകുട്ടികളുടെ ലിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞിനെ ആരോരും അറിയാതെ ഉമ്മ ജന്മം നൽകി, പ്രസവിച്ചു. തൻ്റെ കുഞ്ഞ് താൻ പ്രസവിച്ചു എന്നറിഞ്ഞപ്പോൾ, തൻ്റെ വീട്ടിലൊരു ആൺകുട്ടി വളരുന്നു എന്നറിഞ്ഞപ്പോൾ പട്ടാളക്കാര് അവരും തൻ്റെ വീട്ടിലേക്ക് പാഞ്ഞു കയറി ഒരു കഥ ഖുർആൻ പറയുന്നുണ്ട്. കയറിയ സമയത്ത് ആ ഉമ്മ തൻ്റെ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചത് ചൂടുള്ള ചാരത്തിൻ്റെ ഉള്ളിലാണ്, അഥവാ ഒരടുപ്പിലാണ് ഒളിപ്പിച്ചു വെച്ചത്. അടുപ്പൊഴികെ ബാക്കി എല്ലാവരും അവർ തപ്പിപ്പറക്കി ആ കുഞ്ഞിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം ചൂടുള്ള ചാരത്തിൻ്റെ ഉള്ളിൽ ഒരു പച്ചയായ ജീവൻ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് പട്ടാളക്കാർ കണക്കൂട്ടിട്ട് അവരിറങ്ങിപ്പോയി. അവരിറങ്ങിപ്പോയപ്പോൾ ആ ഉമ്മ ഒരു നെടുവീർപ്പെട്ടു, അല്ലാഹുവേ എന്നൊന്ന് വിളിച്ചുപോയി. കാരണം ആ കുഞ്ഞിന്റെ ജീവൻ ആ അടുപ്പിന്റെ ഉള്ളിൽ അവർ കണ്ടിരുന്നുവെങ്കിൽ വെട്ടി കഷ്ണമാക്കിയനെ പട്ടാളക്കാർ. ഫലസ്തീന്റെ കഥകളൊക്കെ നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഈ കഥയൊക്കെ നമുക്കറിയാമല്ലോ, മനസ്സിലാക്കാമല്ലോ, വേഗം തിരിയുമല്ലോ. ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് വെച്ച ഉമ്മ അവിടെ ഇരുന്ന് കരഞ്ഞു എന്നാണ്. ശേഷം അള്ളാഹു പറയുന്ന, ഇനി ശ്രദ്ധിച്ചോ, സൂറത്ത് ഖസസ് 6 മുതലുള്ള ആയത്തുകൾ. മൂസയുടെ ഉമ്മയ്ക്ക് ഞാൻ മെസ്സേജ് കൊടുത്തു, സന്ദേശം കൊടുത്തു. നീ നിന്റെ കുഞ്ഞിന് മുലപ്പാല് കൊടുക്കുക. ഖുർആന്റെ കൽപ്പനയാണ്, ഒരു ഉമ്മ തൻ്റെ കുഞ്ഞിന് മുലപ്പാല് കൊടുക്കണമെന്ന്. ഞാനിത് പറയുമ്പോൾ മാതൃഭൂമിയിൽ പണ്ടെവിടെയോ വായിച്ചൊരു ഓർമ്മ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് ഞാനിവിടെ ഷെയർ ചെയ്യാണ്. മാതൃഭൂമിയിൽ എഴുതുകയാണ്, ഒരു നേഴ്സ് UK-ലോ മറ്റോ ഒക്കെ നല്ല ശമ്പളത്തിന് ജോലി ചെയ്തൊരു 10-15 കൊല്ലം മുമ്പ് ഞാൻ വായിച്ചൊരു ഓർമ്മയാണ്. നേഴ്സ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നു. ഒരാൾ കണ്ട രംഗമാണ്. ബാത്റൂമിൽ കയറിയിട്ട് വാഷ് ബേസിനിലേക്ക് തൻ്റെ മാറിടത്തിലെ മുഴുവൻ പാലും അവർ പിഴിഞ്ഞു കളയുകയാണ്, തൻ്റെ യാത്ര സുഗമമാക്കാൻ. തനിക്കത് വീർപ്പുമുട്ടുന്നു, പ്രയാസപ്പെടുന്നു. അത് നിറഞ്ഞ തുളുമ്പി, ഈ പ്രകൃതിയുടെ വരദാനം നിറഞ്ഞു തുളുമ്പിയപ്പോൾ യാത്രയ്ക്ക് ബുദ്ധിമുട്ടാകുമെന്ന് കണ്ടപ്പോൾ അത് വാഷ് ബേസിനിലേക്ക്, ബാത്റൂമിലേക്ക് ഒരു കുഞ്ഞു വലിച്ചു കുടിക്കേണ്ട ആ അമൃത് ആ ഉമ്മ പിഴിഞ്ഞു കളയുന്ന രംഗം ഒരാൾ കണ്ടത് മാതൃഭൂമിയിൽ എഴുതുകയാണ്. എന്തിനാ? ആ സ്ത്രീ കുഞ്ഞിന് ജന്മം നൽകിയിട്ട് അടുത്ത ഒരു ബേബി ഹോമിലേക്ക് മാറ്റി. ബേബി ഹോമിലേക്ക് ആ ചോര കുഞ്ഞിനെ കൊടുത്തേൽപ്പിച്ചിട്ട് ആ സ്ത്രീ സമ്പത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി ഫ്ലൈറ്റിൽ പറക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ്. ഇവിടെയാണ് ഖുർആനിന്റെ കൽപ്പന. ഉമ്മി മൂസയോട് അല്ലാഹ് പറഞ്ഞു, മൂസയുടെ ഉമ്മയോട് പറഞ്ഞു, നീ ആ കുഞ്ഞിന് മുലപ്പാല് കൊടുക്കണം. നീ ആ കുഞ്ഞിന്റെ കാര്യത്തിൽ പേടിക്കുന്നുണ്ടല്ലേ? ഫറോവൻ വന്ന്, ഫറോവന്റെ പട്ടാളക്കാർ വന്ന് കൊലപ്പെടുത്തുമെന്നുള്ള ഭയമുണ്ടല്ലേ? നീ ഭയപ്പെടണ്ട. ആ കൂലം കുത്തി ഒഴുകുന്ന നദിയിലേക്ക് കുഞ്ഞിനെ എറിഞ്ഞോളാൻ അല്ലാഹ് പറയാം. ഇതൊക്കെ നമ്മളോടാണ് കൽപ്പിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളും? ആ കുത്തിയൊഴുകുന്ന ആ നൈൽ നദിയിലേക്ക് നിന്റെ കുഞ്ഞിനെ എറിഞ്ഞോളാൻ പറഞ്ഞു. വലാ തഖാഫി, എറിയുമ്പോൾ നീ പേടിക്കൊന്നും വേണ്ട. വലാ തഹ്സനി, നീ വിഷമിക്കുകയേ വേണ്ട. ഇന്നാ റാദ്ദൂഹു ഇലൈകി, ആ കുഞ്ഞിനെ ജീവനോടെ
നിന്റെ കയ്യിലേക്ക് ഞാൻ മടക്കിക്കൊണ്ടുവരും. വജാഇലൂഹു മിനൽ മുർസലീൻ, ഈ കുഞ്ഞിനെ ഞാൻ പ്രവാചകനാക്കും, ലോകം അറിയപ്പെടുന്ന പ്രവാചകനാക്കും. ആ ഉമ്മ ഒരു പെട്ടി ഉണ്ടാക്കി. ബാക്കി ആയത്തുകൾ നിങ്ങൾ നോക്കിക്കോ, അല്ല തർജ്ജമയൊക്കെ കയ്യിലുണ്ടെങ്കിൽ വായിച്ചോ. സൂറത്ത് ഖസസ് 6 മുതലുള്ള ആയത്തുകൾ. ഒരു പെട്ടി ഉണ്ടാക്കി, ആ പെട്ടിയിൽ കുഞ്ഞിനെ അടച്ചു, തുണി കൊണ്ട് പൊതിഞ്ഞു, തുരുതുരാ ഉമ്മം കൊടുത്ത് ചുംബനം കൊടുത്ത് ആ പെട്ടിയും ചുമന്നുകൊണ്ട് നദിയുടെ കരയിലേക്ക് ഇറങ്ങി, ആ കാട്ടിലൂടെ ഇറങ്ങി, ആ ഒഴുകുന്ന നദിയുടെ വക്കത്ത് കൊണ്ടുവച്ചു. ആ നദിയുടെ തിരമാലകൾ ആ പെട്ടി തട്ടിക്കൊണ്ടുപോയി. ഉമ്മ നോക്കി നിന്ന് കരഞ്ഞു. അപ്പോഴും അല്ലാഹുവിന്റെ വചനങ്ങളാണ് ആ ഉമ്മയുടെ ഹൃദയത്തെ അലതല്ലിയത്. വലാ തഖാഫി വലാ തഹ്സനി, നീ പേടിക്കണ്ട, നീ ദുഃഖിക്കുകയും ചെയ്യണ്ട എന്ന വാചകം. അതാണ് ഈമാൻ, അതാണ് ഈമാൻ. ഓരോ ഉമ്മയ്ക്കും ഉണ്ടാവേണ്ട വിശ്വാസം, യഖീൻ, അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ആ പെട്ടിയെ ഓളങ്ങൾ തള്ളി തള്ളി അലതള്ളി കൊണ്ടുപോയി ഫറോവന്റെ തോഴിമാര് കുളിക്കുന്ന കുളിക്കടവിൽ കൊണ്ടുപോയ കഥയൊക്കെ ഒത്തിരി കേട്ടതല്ലേ. പിന്നെ ആ തോഴിമാരെടുത്തു കൊണ്ടുവന്നു, ഫറോവന്റെ ഭാര്യയെ ആസിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. പെട്ടി തുറന്നു നോക്കുമ്പോൾ പുഞ്ചിരിയോടെ കിടക്കുന്ന ഒരു ചോര കുഞ്ഞിനെ കണ്ട് ആ പെട്ടിൽ നിന്ന് ആ കുഞ്ഞിനെ വാരിയെടുത്ത് ആസിയ നെഞ്ചോട് ചേർത്ത് വെച്ച്, തനിക്കൊരു കുഞ്ഞ് ജനിക്കാനുള്ള ഭാഗ്യമില്ലാത്തവളല്ലേ, ഈ കുഞ്ഞിനങ്ങ് വളർത്തിയേക്കാമെന്ന് വിചാരിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി ഭർത്താവായ ഫറോവന്റെ മടിത്തട്ടിൽ കൊണ്ടുപോയി വെക്കുന്ന കഥകളൊക്കെ എത്രയോ ഈ മിമ്പറിൽ വെച്ച് കേട്ടതാ. ഞാൻ കഥ പറയാൻ വേണ്ടിയല്ല ഇത് പറയുന്നത്. അവസാനം ഈ കുഞ്ഞിന്റെ വാവിട്ട കരച്ചിൽ, ഉമ്മയെ നഷ്ടപ്പെട്ടതിന്റെ ആ കരച്ചിൽ, അത് കൊട്ടാരത്തിന്റെ വെളിയിലേക്കും ചെന്നു. അപ്പോഴാണ് ഉമ്മ മൂത്ത മകളെ പറഞ്ഞു വിട്ടു, ഈ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ. മൂത്ത മകൾ ആ നൈൽ നദിയുടെ ഓരം പറ്റി നടന്ന് പോയി ചെന്നപ്പോ കുഞ്ഞിന്റെ കരച്ചിൽ എവിടുന്നോ കേൾക്കുന്നു, തന്റെ കുഞ്ഞനിയന്റെ കരച്ചിൽ എവിടുന്നോ കേൾക്കുന്നു. ആ കേൾക്കുന്ന ഭാഗത്തേക്ക് ഓടി മൂത്ത ഇത്താത്ത ഓടി കൊട്ടാരത്തിൽ നിന്നാണ് കേൾക്കുന്നതെന്ന് അറിഞ്ഞു. കൊട്ടാരത്തിലേക്ക് ചാടി കയറിയിട്ട് ആ മൂത്ത മോള് വിളിച്ചു പറഞ്ഞു, ഈ കുഞ്ഞിന്റെ കരച്ചിൽ നിർത്തണമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഒരു ഉമ്മയുണ്ട്, ഒരു സ്ത്രീയുണ്ട് ഈ നാട്ടിൽ, ആ സ്ത്രീയെ കൊണ്ടുവരാൻ നിങ്ങൾ അനുവദിച്ചാൽ ഞാൻ കൊണ്ടുവരാം, ഈ കുഞ്ഞിന്റെ കരച്ചിൽ നിൽക്കുന്നു പറഞ്ഞു. ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഈ പെൺകുട്ടി ഓടി തിരിച്ച് വീട്ടിലെത്തി ഉമ്മാനെയും കൂട്ടിക്കൊണ്ട് പിന്നെ ഒരു ഓട്ടം ഓടുന്ന രംഗമുണ്ട്. അങ്ങനെ കൊട്ടാരത്തിൽ ചെന്ന് ഈ സ്ത്രീയെ കാണിച്ചു കൊടുത്ത ഉമ്മയെ കാണിച്ചു കൊടുത്തു. ഈ സ്ത്രീ, ഈ ഉമ്മി മൂസ ആ ചോരക്കുഞ്ഞിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് മുലപ്പാല് കൊടുത്തപ്പോ ഈ കുഞ്ഞിന്റെ കരച്ചിൽ നിന്നു എന്നാണ്. ഇവിടെയാണ് ഖുർആന്റെ വചനം ഓർക്കണേ, ഇന്നാ റാദൂഇലേക്ക്, ഈ കുഞ്ഞിനെ ഞാൻ നിനക്ക് മടക്കി തരാം. വജാഇലൂഹു മിനൽ മുർസലീൻ, പിൽക്കാലഘട്ടത്തിൽ ഈ കുഞ്ഞ് അഥവാ ഈ മൂസ എന്ന് പറയുന്ന കുഞ്ഞ് പ്രവാചകനായി മാറും. ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച ഏകാധിപതികൾക്കെതിരെ, സ്വേച്ഛാധിപതികൾക്കെതിരെ വിപ്ലവം സൃഷ്ടിച്ച ഒരു പ്രവാചകനായി ഞാൻ മാറ്റും. ആരാണ് ഈ കുഞ്ഞിന് ഈ തണല് നൽകിയത്, ഒരു വിപ്ലവകാരിയാക്കിയത്? ഉമ്മയാണ്. രണ്ടാമത്തെ ഉമ്മയാണ് ഇംറഅത്ത് ഇമ്രാൻ, ഇമ്രാനിന്റെ ഭാര്യ. ഇംറഅത്ത് ഇമ്രാനിനെ കുറിച്ച് ഖുർആൻ ആലിമ്രാൻ 35 മുതൽ, സൂറ ആലിമ്രാൻ എന്ന് എടുത്തു നോക്ക്, 35 മുതൽ ഇംറഅത്ത് ഇമ്രാൻ, ഇമ്രാനിന്റെ ഭാര്യ അഥവാ മറിയം ബീവിയുടെ ഉമ്മയുടെ കഥ പറയുന്നുണ്ട്. രണ്ടാമത്തെ മാതൃക ഉമ്മ. ഇദ് ഖാലത്ത് ഇംറഅത്ത് ഇമ്രാൻ, ഇമ്രാനിന്റെ ഭാര്യ ഒരിക്കൽ പറഞ്ഞു, റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററാ, പടച്ചവനെ ഞാൻ ഗർഭിണിയാണ്, ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്നു, ഈ കുഞ്ഞിന് ഞാൻ ജന്മം നൽകി കഴിഞ്ഞാൽ ആൺകുട്ടിയാണ് എങ്കിൽ ഞാൻ പള്ളിയുടെ മെഹ്റാബിൽ കൊണ്ടുപോയി വെച്ചേക്കാമെന്ന്. അങ്ങോട്ട് നോക്കി എല്ലാവരും, പള്ളിയുടെ മെഹ്റാബിൽ കൊണ്ടുപോയി വെച്ചേക്കാമെന്ന്. ഇന്ന് നിങ്ങൾ പോയാൽ ഈ മെഹ്റാബ് കാണാം. കുറച്ച് കാശൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഖുർആന്റെ ചരിത്ര സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, പടച്ചോൻ തൗഫീഖ് നൽകട്ടെ, നല്ല ആഫിയത്തും ആരോഗ്യം പടച്ചോൻ നൽകട്ടെ. ഇന്നും ആ മെഹ്റാബ് ഉണ്ട്. എൻ്റെ ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആൺകുട്ടിയാണ് എങ്കിൽ
ഞാൻ മെഹ്റാബിൽ കൊണ്ടുപോയി ഇരുത്തിയേക്കാം, പള്ളിക്ക് ഞാൻ നേർച്ച ചെയ്യുന്നു എന്ന് ആ ഉമ്മ നേർച്ച ചെയ്തായി ഖുർആൻ പറയുന്നു. ഫതഖബ്ബൽ മിന്നി ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചവനെ, ഈ നേർച്ചയെ എന്നിൽ നിന്നും നീ സ്വീകരിക്കണേ, കബൂലാക്കണേ എന്ന് ആ ഉമ്മ ദുആ ചെയ്തു. ഫലമ്മാ വളഅത്ഹാ, ആ ഉമ്മ പ്രസവിച്ചപ്പോൾ ഖാല റബ്ബി ഇന്നി വളഅത്ഹാ ഉൻസ, പടച്ചോനെ, ആൺകുട്ടിക്കല്ല ജന്മം നൽകിയത്, പെൺകുട്ടിയാണ് ജനിച്ചിരിക്കുന്നത്. പടച്ചോനെ, ഞാനിനി മെഹ്റാബിൽ കൊണ്ടുപോയി വെക്കണോ വേണ്ടോ എനിക്കറിയില്ല. അള്ള പറഞ്ഞു, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നീ മെഹ്റാബിൽ കൊണ്ടുപോയി വെച്ചോളൂ. വല്ലാഹു ആലമു ബിമാ വളഅത്. ആണിനെ പ്രസവിപ്പിക്കണോ പെണ്ണിനെ പ്രസവിപ്പിക്കണോ എന്ന് അത് അള്ള തീരുമാനിച്ചോളും. നീ നേർച്ച ചെയ്തില്ലേ, ആ നേർച്ച നീ നടപ്പിലാക്കിക്കോ. വലൈസ ദക്കറു കൽ ഉൻസ. ഈ ആയത്തൊന്ന് ശ്രദ്ധിക്കണേ, ഈ ആയത്തൊന്ന് ശ്രദ്ധിച്ചോ. വലൈസ ദക്കറു കൽ ഉൻസ, ആണും പെണ്ണും തുല്യമല്ല. സുബ്ഹാനല്ലാഹ്. ഇന്ന് യുക്തിവാദികൾ, ഫെമിനിസ്റ്റുകൾ അല്ലെ, ഫെമിനിസ്റ്റ് ഫാത്തിമ എന്നൊക്കെ നമ്മളിപ്പോ കേൾക്കുന്നുണ്ടല്ലോ. ഫെമിനിസ്റ്റുകൾ, യുക്തിവാദികൾ എന്താ പറയുന്നത്? ആണും പെണ്ണും തുല്യമാണ്. ഞാൻ ഈ അടുത്ത ദിവസം എൻ്റെ ഒരു സുഹൃത്തിനെ, എറണാകുളത്തുള്ള ഒരു സുഹൃത്തിനെ, ഒരു ഹോസ്റ്റലിൽ ഒരാളെ താമസിപ്പിക്കാൻ വേണ്ടി വിളിച്ചു. ഒരു ഹോസ്റ്റൽ കിട്ടുമെന്ന് ചോദിച്ചു എറണാകുളത്ത്. കിട്ടു ഉസ്താദ് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം, ഞാൻ അത്ഭുതപ്പെടുന്ന, നമ്മൾക്കൊക്കെ അത്ഭുതപ്പെടുന്ന ഒരു സംഭവം, അദ്ദേഹം അവിടുത്തെ ഒരു അറിയപ്പെടുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, ഹോസ്റ്റലൊക്കെ ഇഷ്ടം പോലെയുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളും ഇന്ന് ഒരുമിച്ചാണ് ഹോസ്റ്റലിൽ താമസിക്കുന്നത്. ഇവിടുന്നും, ഈ കോട്ടയം ജില്ലയിൽ നിന്നും അവിടുന്നും ഇവിടുന്നൊക്കെ എറണാകുളത്ത് ഏത് ജോലിക്കും പോകുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒരൊറ്റ മുറിയിൽ പലരുടെയും മക്കൾ. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറയാൻ അത്ഭുതപ്പെട്ടു പോയി. ഫെമിനിസ്റ്റുകളുടെ ഈ ലോകത്ത്, അല്ലെങ്കിൽ യുക്തിവാദികളുടെ ലോകത്ത് അവർ പറഞ്ഞ ആണും പെണ്ണും തുല്യമാണ്. അവർ ശാസ്ത്രമാണല്ലോ വിശ്വസിക്കുന്നത്. ശ്രദ്ധിച്ചോ, ദൈവത്തെ അല്ലല്ലോ വിശ്വസിക്കുക, ശാസ്ത്രത്തെ അല്ലേ വിശ്വസിക്കുന്നത്. ആ ശാസ്ത്രത്തെ വിശ്വസിക്കുന്ന യുക്തിവാദികൾക്ക് ശാസ്ത്രം കൊണ്ട് നിങ്ങൾ മറുപടി കൊടുത്തോ. ആണിന്റെ തലച്ചോറും പെണ്ണിന്റെ തലച്ചോറും ഒരു ത്രാസിലിട്ട് തൂക്കിയാൽ ആരുടെ തലച്ചോറിനാ ഭാരം കൂടുതൽ? പെണ്ണിന്റെ അല്ല. 500 ഗ്രാം പെണ്ണിനേക്കാൾ ഭാരം കൂടുതലാണ് ആണിന്റെ തലച്ചോറ്. കണ്ടോ, ശാസ്ത്രം പറയുന്നവർക്ക് ശാസ്ത്രം കൊണ്ട് മറുപടി കൊടുക്കാം, അതിന് ആയത്തൊന്നും വേണ്ടാന്ന്. അപ്പോ ഖുർആൻ പറയുന്നു, വലൈസ ദക്കറു കൽ ഉൻസ, ആണും പെണ്ണും തുല്യമേ അല്ല. എന്നിട്ട് ഇമ്രാനിനോട് അല്ലാഹു പറഞ്ഞു, വഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും എല്ലാ പൈശാചികതയിൽ നിന്നും, പൈശാചികതയുടെ ലോകത്തിൽ നിന്നും, പൈശാചികതയുടെ എല്ലാ സ്വഭാവത്തിൽ നിന്നും സംരക്ഷണം നൽകട്ടെ എന്ന്. ഇന്ന് പൈശാചികതയുടെ ലോകമാണ്, ഇബ്ലീസിന്റെ ലോകമാണ്. ഈ അടുത്ത സമയത്ത് ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് വന്ന് ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, ഞങ്ങളിങ്ങനെ കഞ്ചാവിൻ്റെയും മയക്കുമരുന്നും ഒക്കെ പിടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിൽ പാട്ടും കൂത്തും ശബ്ദമൊക്കെ കേൾക്കുന്നു. ഞങ്ങളുടെ വണ്ടി അവിടെ നിർത്തി ഒരു 3-4 മുസ്ലിം പിള്ളേര് എല്ലാത്തിനെയും പിടിച്ചിടിച്ച് ജീപ്പിൻ്റെ അകത്തേക്ക് കയറ്റി 3 അടിയും കൊടുത്തു. ഒരു അടിയിൽ ഒരുത്തൻ താഴെ വീണു. അവൻ വീണ സമയത്ത് പറഞ്ഞു, സാർ ഇത്തിരി വെള്ളം കുടിക്കാൻ തരാമെന്ന് ചോദിച്ചു. ഞാൻ വണ്ടിയിലുള്ള വെള്ളം എടുത്തു കൊടുത്തു എന്ന് അദ്ദേഹം പറയാണ്. എടുത്തു കൊടുത്ത് അവൻ കുടിക്കുന്ന സമയത്ത് അവൻ ഇരുന്ന് കുടിച്ചു. സാധാരണ നിന്നാണല്ലോ ഇങ്ങനെയുള്ള വെള്ളം, ഇരുന്ന് കുടിച്ചു, സുന്നത്തോടു കൂടി കുടിച്ചു, സുന്നത്തായിട്ട് കുടിച്ചു. എന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞു കുടിച്ചു. ഈ കഞ്ചാവിൻ്റെ ഇടയിൽ ഇരുന്ന് കുടിക്കാനും മറന്നില്ല, ബിസ്മിയും പറഞ്ഞില്ല. വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് ഇദ്ദേഹം ചോദിച്ചു, എടാ നീ ബിസ്മിയും പറഞ്ഞല്ലോ ഇരുന്നും കുടിച്ചല്ലോ. സാറേ, ഞാൻ ഹാഫിളാണെന്ന്. കല്ലെറിയാനിരിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചോ, ഞങ്ങളൊക്കെ കല്ലെറിയാനിരിക്കുന്ന ഇതൊക്കെ പറയുമ്പോൾ ഒരു കല്ലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങേരുടെ നേരെ എറിയാമെന്ന് പറയുന്നവരൊക്കെ ശ്രദ്ധിച്ചോ, ഞാൻ ഹാഫിളാണ് സർ. ഇത് ബാക്കിയുള്ളവരുടെ കഥ പറയണോ? അതാണ് റബ്ബ് പറഞ്ഞത്. ഇമ്രാനിനോട് പറഞ്ഞത്, ഇമ്രാന്റെ ഭാര്യ മറിയം ബീവിയുടെ ഉമ്മയോട് പറഞ്ഞത്, ഞാൻ പ്രസവിച്ചത് പെണ്ണിനെയാണ്, ആണിനെ അല്ലല്ലോ. അപ്പോൾ അള്ളാഹ് പറഞ്ഞത്, കൊണ്ടുപോയി മെഹ്റാബിലിരുത്ത്, പള്ളിക്ക് കൊടുക്ക കുഞ്ഞിനെ. അള്ളാഹു എല്ലാ ശൈത്വാന്യത്തിൽ നിന്നും പടച്ചോ നിന്നെ കാക്കട്ടെ എന്ന്. ഇന്ന് ശൈത്വാന്യത്തിന്റെ ലോകത്താണുള്ളത്.
എന്നിട്ടോ അവരുടെ നേർച്ചയെ പടച്ചവൻ നല്ല രൂപത്തിൽ സ്വീകരിച്ചു. ആ പെൺകുട്ടിയെ പടച്ചവൻ നല്ല രൂപത്തിൽ വളർത്തിയെടുത്തു. ദീനിയായ ചുറ്റുപാടിൽ റബ്ബിനെ ഭയപ്പെടുന്ന, സൃഷ്ടാവിനെ ഭയപ്പെടുന്ന, മാതാപിതാക്കളെ അനുസരിക്കുന്ന, ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ആ കുഞ്ഞിനെ അല്ലാഹു വളർത്തിയെടുത്തു. എന്നിട്ട് ആ കുഞ്ഞിനെ കൊണ്ടുപോയി മെഹ്റാബിലിരുത്തി. ആ കുഞ്ഞിന്റെ പേരാണ് മറിയം. മറിയം. നമ്മളത് വിചാരിച്ച് ഈ ബൈബിളിൽ മാത്രമേ മറിയോ എന്നുള്ളത്. ഖുർആനിലാണ് ഏറ്റവും കൂടുതൽ മറിയം എന്ന് പറയുന്നത്. ആ കുഞ്ഞിനെ മറിയം എന്ന് പേരിട്ടത് ആരാണ്? അല്ലാഹ് തന്നെ പേരിട്ടു. മറിയം എന്ന് പേരിട്ടു. അല്ലാഹയാണ് പേരിട്ടത്. ആ കുഞ്ഞിനെ കൊണ്ടുപോയി മെഹ്റാബിൽ ഇരുത്തി. സക്കരിയ നബി അലൈഹിസ്സലാമാണ് ആ കുഞ്ഞിന്റെ മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുത്തത്. ആ കുഞ്ഞിന്റെ സംരക്ഷണം മൊത്തം സക്കരിയ നബി ഏറ്റെടുത്തു. ഇതും കൂടി കേട്ടോ. സക്കരിയ നബി അലൈഹി സ്വലാം പള്ളിയിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോ ഈ മെഹ്റാബിൽ ഈ കുഞ്ഞ് ചെറിയ പെൺകുട്ടിയാണ്. മെഹ്റാബിൽ ഇരുന്ന് കളിക്കുന്നു, ചിരിക്കുന്നു, കിടക്കുന്നു, ഉറങ്ങുന്നു. ആ കുഞ്ഞിനെ വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ആ കുഞ്ഞിനുള്ള ബേബി ഫുഡ് ആ മെഹ്റാബിൽ ഇരിക്കുന്നതായി സക്കരിയ അലൈഹി സ്വലാം കണ്ടു. നമ്മുടെ നാട്ടിലെ ബേബി ഫുഡ് അല്ല കേട്ടോ. ആ കുഞ്ഞിന് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ മെഹ്റാബിന്റെ ഉള്ളിൽ നിറഞ്ഞു കൂമ്പാരമായിരിക്കുന്ന കണ്ടു. മറിയം, സക്കരിയ അലൈഹി സ്വലാം ചോദിച്ചു, കുട്ടി മറിയമേ അന്നാ ലക്കി ഹാദാ, ഈ ഫുഡൊക്കെ നിനക്ക് എവിടുന്നാണ്? നിനക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ആരാ നിനക്ക് കൊണ്ട് തന്നത്? ആ കുട്ടി അവിടെ ഇരുന്ന് പറഞ്ഞെന്നറിയോ? ഇത് പടച്ചവൻ എനിക്ക് ഈ മെഹ്റാബിന്റെ മുകളിൽ താഴത്തേക്ക് ഇറക്കി തന്നാണ്. സുബ്ഹാനല്ലാഹ്. ഒരു ഉമ്മയുടെ നേർച്ച പടച്ചവൻ സ്വീകരിച്ചതിന്റെ ലക്ഷണമാണ്. ആകാശത്ത് നിന്ന് ആ കുഞ്ഞിനുള്ള ഫുഡുകൾ, ഭക്ഷണങ്ങൾ അള്ളാഹു മെഹ്റാബിലേക്ക് ഇറക്കി കൊടുത്തു. ആ മെഹ്റാബ് കാണാൻ അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് തൗഫീക്ക് നൽകട്ടെ. കാശൊക്കെ എവിടെ കൊണ്ടുപോകാനാ? നമുക്ക് ഇങ്ങനെയുള്ള ഖുർആന്റെ ചരിത്ര സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് പോകണം. ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞവരൊക്കെ ഒന്ന് പോകണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. ആ കുഞ്ഞിനെ ആ രൂപത്തിൽ വളർത്തിയെടുത്തത് ആരാണ്? ഉമ്മയാണ്. ഇങ്ങനൊരു ഉമ്മ ലോകത്തുണ്ടോ? ഇങ്ങനൊരു ഉമ്മയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ആ മറിയം എന്ന ലോകം അറിയപ്പെടുന്ന ആ സ്ത്രീയുടെ ഉമ്മയാണ് ആ സ്ത്രീയെ ആ രൂപത്തിലാക്കിയത്. ഇനി മൂന്നാമത്തെ ഉമ്മ ഖുർആൻ പറയുന്നത് മറിയം ആണ്. മറിയമിനെ കുറിച്ച് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് നീ കേട്ട് കണ്ട് വായിച്ച് പഠിച്ചോണം. ഏ മുസ്ലിമേ, മറിയം ബീവിയെ കുറിച്ച് ഖുർആൻ പറയുന്നത് പഠിക്കണം. മറിയം ആരാണ് എന്ന് നീ പഠിക്കണം. ഖുർആൻ പറയാൻ ആ മറിയം ബീവി ചെറുപ്രായത്തിലെ ഗർഭിണിയായി. എങ്ങനെയാ ഗർഭിണിയായത്? കല്യാണം കഴിയാതെ ഗർഭിണിയായി. എങ്ങനെയാ ഗർഭിണിയായത്? ജിബ്രീൽ അലൈഹിസ്സലാം ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നു. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറക് തടവി അല്ലാഹുവിന്റെ റൂഹിനെയാണ് ആ വയറ്റിൽ സന്നിവേശിപ്പിച്ചതെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെ ഗർഭിണിയായി. അങ്ങനെ പൂർണ്ണ ഗർഭിണിയായി 9 മാസമായപ്പോൾ വേദന നന്നായി പുറത്തേക്ക് വരാൻ തുടങ്ങിയപ്പോൾ അള്ളാന്റെ കൽപ്പന പ്രകാരം ഈന്തപ്പന തടിയുടെ അരികിലേക്ക് പോയി. അവിടെ പോയി കുറച്ചു നേരം ഇരുന്ന് വിശ്രമിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. കല്യാണം കഴിയാത്ത പെൺകുട്ടി എങ്ങനെ ഗർഭിണിയായി എന്ന് യഹൂദികൾ മൊത്തം പരിഹസിച്ച് പാട്ടാക്കി. ആ പെൺകുട്ടിയെ എങ്ങനെയൊക്കെ ഇല്ലാതാക്കാൻ കഴിയുമോ, എങ്ങനെയൊക്കെ നാണം കെടുത്താൻ കഴിയുമോ, അങ്ങനെയൊക്കെ നാണം കെടുത്തിയ സമയത്ത് ആ ഈന്തപ്പന തടി ആ മരത്തിന്റെ ചവിട്ടിൽ പോയി കുറെ നേരം വെറുതെ ഇരുന്നു. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു അത് പിടിച്ച് കുലുക്കാൻ പറഞ്ഞു. കുലുക്കിയപ്പോൾ ശരീരം ഇളകി, പ്രസവ വേദന കലശലായി. ആ കലശലായി കുഞ്ഞ് പുറത്തേക്ക് വരുന്ന രംഗം, ഒരു പ്രസവ രംഗം, അത് ഏതെങ്കിലും വേദഗ്രന്ഥത്തിൽ പറയുന്നുണ്ടെങ്കിൽ അത് ഖുർആനിലാ സഹോദരങ്ങളെ. പ്രസവ രംഗം ഖുർആനിൽ പറയുന്നുണ്ട്. ചില ആളുകൾ ഈ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടുക, റീൽസ് കിട്ടാൻ. മകള് പ്രസവിക്കുന്നു, ഭാര്യ പ്രസവിക്കുന്നു. സുബ്ഹാനല്ലാഹ്, എവിടെ എത്തി? ഇത് ഖുർആൻ പറയുന്നു. ആ പ്രസവ സമയത്ത് മറിയം ബീബി പറയുന്നുണ്ട്, ഞാൻ ഇതിനു മുമ്പ് മരിച്ചു പോയിരുന്നുവെങ്കിൽ, മരിച്ചാൽ മതിയായിരുന്നു,
ഈ ആക്ഷേപമൊന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല പടച്ചോനെ. ഞാൻ ഒന്നുമല്ലാത്തവളായി പോയിരുന്നുവെങ്കിൽ, ആരാലും ഓർക്കാത്തവളായിരുന്നുവെങ്കിൽ എന്ന് മറിയം ബീവി പറഞ്ഞു. ഈ മറിയമ്മനെ ഇങ്ങനെ പറയിപ്പിച്ചത് ആരാണ്? ഇമ്രാൻ മെഹ്റാബിൽ കൊണ്ടുപോയിരുത്തിയ മറിയമിന്റെ ഉമ്മയാണ്. ഉമ്മയുടെ മകൾ മറിയം. ഇനി മറിയത്തിന്റെ മകൻ ഈസാ അലൈഹിസ്സലാം. മറിയത്തിന്റെ മകൻ ഈസാ അലൈഹിസ്സലാം ഇന്ന് ആകാശത്ത് ജീവിച്ചിരിക്കുക. 33 വയസ്സുള്ളപ്പോഴാണ് ഈസാ അലൈഹിസ്സലാമിനെ ആകാശത്തേക്ക് അള്ളാഹു ഉയർത്തിയത്. ഇനി ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരും. ബഗ്ദാദിലെ ആ വെള്ളമിനാരത്തിൽ ഇറങ്ങി വരും. ഇന്ന് റൗളയിൽ നബിതങ്ങളുടെ ഖബറിനോട് തൊട്ട് ചേർന്ന ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് ഈസാ അലൈഹിസ്സലാമിനെ ഖബറടക്കുന്നത്. അവിടെയാണ് ഈസാ അലൈഹിസ്സലാമിനെ ഖബറടക്കുന്നത്. അതവിടെ ഇരിക്കട്ടെ. ഇതിനു മുമ്പ് മരിച്ചുപോയി. ആ വേദനയെ കുറിച്ചാണ് മറിയം ബീവി പറഞ്ഞത്. ഏകദേശം 27 അസ്ഥി ഒടിയുന്ന വേദനയാണ്. കയ്യിലൊരു അസ്ഥി ഒടിഞ്ഞാൽ എന്തായിരിക്കും വേദന? 27 അസ്ഥി ഒരുമിച്ചൊടിച്ചാൽ എന്തോ ഒരു വേദനയാണോ? ആ വേദനയാണ് ഒരു ഉമ്മ പ്രസവിക്കുമ്പോൾ ഒരു ഉമ്മയും അനുഭവിക്കുന്നത്. ആ ഉമ്മയുടെ വയറ്റത്ത് ചവിട്ടുന്ന മക്കളുടെ ലോകത്താണ് ഇന്ന് നമ്മളുള്ളത്. ആ ഉമ്മയെ ആട്ടിയിറക്കുന്ന ലോകത്താണ് നമ്മൾ ഇന്നുള്ളത് എന്ന് കൂട്ടത്തിൽ പറയുകയാണ് സഹോദരങ്ങളെ. ഇനി 4ാമത്തെ 5ാമത്തെ ഉമ്മ, അത് ഖുർആൻ പറയുന്നത്, 1 ഇസ്ഹാഖ് നബിയുടെ ഉമ്മ സാറയും, 2 ഇസ്മായിൽ നബിയുടെ ഉമ്മ ഹാജറയും. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അറക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ ഹാജറ അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന് ചുംബനം കൊടുത്ത് മുത്തം കൊടുത്ത് പറഞ്ഞു വിട്ട് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ കിടത്തി അറക്കാൻ വേണ്ടി കിടത്തുന്ന സമയത്ത് ഇസ്മായിൽ അലൈഹി ഇസ്ലാം വാപ്പയോട് പറയുന്നുണ്ട്, ഉപ്പാ, ഞാൻ എൻ്റെ കഴുത്തെല്ലാം വേർപെട്ട് മരിച്ചു കഴിയുമ്പോൾ ഉമ്മായോട് എൻ്റെ സലാം ഒന്ന് പറഞ്ഞേക്കണേ, ഉമ്മാനോട് എൻ്റെ സലാം ഒന്ന് പറഞ്ഞേക്കണേ എന്ന് പറയുന്ന പരുവത്തിലേക്ക് ഇസ്മായിൽ എന്ന് പറയുന്ന കുട്ടിയെ ഹാജറ എന്ന് പറയുന്ന ഉമ്മ വളർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട് എങ്കിൽ ആ ഇസ്മായിൽ അലൈഹി ഇസ്ലാമാണ് കഅബ പണിതത്. ഇനി ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആദ്യത്തെ ഭാര്യ സാറ, 2ാമത്തെ ഭാര്യ ഹാജർ അലൈഹി ഇസ്ലാം. ഇബ്രാഹിം നബിയുടെ ആദ്യത്തെ ഭാര്യ ആരാണ്? സാറയാണ്. 2ാമത്തെ ഭാര്യയാണ് ഹാജർ. 2ാമത്തെ ഭാര്യയിൽ നിന്നാണ് ഇസ്മായിൽ ഉണ്ടായത്. ആദ്യത്തെ ഭാര്യ ഗർഭിണിയായിരുന്നില്ല. വളരെ വേദനയോടെ വിഷമത്തോടെ വീട്ടിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുമ്പോഴാണ് ഏതാനും ചെറുപ്പക്കാര് സാറയുടെ വീട്ടിലേക്ക് വരുന്നത്. ഖാലു സലാമാ, അവര് കേറി വരുമ്പോൾ തന്നെ സലാം പറഞ്ഞു കേറി വന്നു. ഖാലു സലാമാ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വീട്ടിലുണ്ടായിരുന്നു. ഖാല സലാമുൻ ഖൗമുൻ മുൻകറുൻ. നിങ്ങളെ പരിചയമില്ലല്ലോ, ആരാ നിങ്ങള്? വലൈക്കും അസ്സലാം, ആരാ നിങ്ങള്? അവരൊന്നും പറഞ്ഞില്ല, കേറിയിരുന്നു. കേറിയിരുന്നിട്ട് പറഞ്ഞത്, സാറ ഗർഭിണിയാണ്, സാറ പ്രഗ്നന്റ് ആണ്. 70 വയസ്സ് കഴിഞ്ഞ സാറ പ്രഗ്നന്റ് ആണ്, ഗർഭിണിയാണെന്ന് പറയാൻ വന്ന ചെറുപ്പക്കാരാണ് ഞങ്ങളെന്ന് അവർ പറഞ്ഞു. ഈ വർത്താനമൊക്കെ അടുക്കളയിൽ നിന്നുകൊണ്ട് സാറ അലൈഹി സ്വലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഉടനെ അടുക്കളയിൽ നിന്നും അവര് അവര് സ്വയം മുഖത്തടിച്ച്, ഖുർആൻ പറയുന്ന ഹാഫിളിങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഖുർആൻ പഠിച്ച ഹാഫിളിങ്ങളുണ്ട്, സ്വയം മുഖത്തടിച്ചുകൊണ്ട് അവര് അടുക്കളയിൽ നിന്ന് ലിവിംഗ് മുറിയിലേക്ക് വന്നു. എന്തേ ഈ പറയുന്നത്? ഞാൻ ഗർഭിണിയാണെന്നോ? ഈ പ്രായത്തിൽ ഞാൻ ഗർഭിണിയായെന്നോ? അതേ എന്ന് ആ ചെറുപ്പക്കാര് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ആ ഉമ്മയുടെ വേദനയും വിഷമവും, ആ ഉമ്മയുടെ പ്രാർത്ഥന ദുആ 7 ആകാശത്തു നിന്നും അല്ലാഹു കേട്ടു. അങ്ങനെ ഇസ്ഹാഖിന് ജന്മം നൽകി. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആദ്യത്തെ മകൻ ഇസ്മായിൽ, അതാരിൽ നിന്ന്? ഹാജറയിൽ നിന്ന്. 2ാമത്തെ മകൻ ഇസ്ഹാഖ് അലൈഹി സ്വലാം, അതാരിൽ നിന്ന്? സാറാ ബീവിയിൽ നിന്ന്. ഇസ്ഹാഖ് അലൈഹി സ്വലാം പണിത പള്ളി ഏതാണ്? ബൈത്തുൽ മുഖദ്ദസ്. ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് പണിതത് സുലൈമാൻ നബിയൊന്നുമല്ല. അതാരാണ്? സാറയുടെ മാതൃകാ മാതാവായ സാറയുടെ മകൻ ഇസ്ഹാഖ് അലൈഹി സ്വലാം പണിതു. സാറയുടെയും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന്റെ ഖബർ ഫലസ്തീനിലാണ്. ഹാജറുടെയും ഇസ്മായിലിന്റെ ഖബർ മക്കത്താണ്. ലോകത്തെ മുസ്ലിങ്ങളുടെ 2-3 എന്താണ് പറയുക തീർത്ഥാടന കേന്ദ്രം
ഒന്ന് മക്ക, 2 മദീന, 3 ഫലസ്തീന് ബൈത്തുൽ മുഖദ്ദസ്, മക്കയിലെ മസ്ജിദ് ഹറാം, കഅബ പണിതത് ഹാജറുടെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം. നല്ല ഉമ്മയ്ക്ക് പിറന്നാൽ നല്ല ഉമ്മയ്ക്ക് നല്ല മക്കളെ ജനിക്കുള്ളൂ. നല്ല ഉമ്മയ്ക്ക് നല്ല മക്കൾ. ഇസ്മായിൽ അലൈഹിസ്സലാം കഅബ പണിതു. നല്ല ഉമ്മയായ സാറയുടെ മകൻ ഇസ്ഹാഖ് അലൈഹിസ്സലാം ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് പണിതു. അല്ലാഹു നമ്മുടെ ഉമ്മമാരെയൊക്കെ കബൂലാക്കട്ടെ. മാതൃകാ ഉമ്മമാർ. ഇതാണ് ഖുർആൻ പറയുന്ന ചരിത്രം അവസാനിപ്പിക്കുന്നത്. നമുക്ക് 1:30 തന്നെ നമസ്കരിക്കേണ്ടതുണ്ടല്ലോ. പ്രിയമുള്ളവരെ, ഖുർആൻ കഴിഞ്ഞാൽ 2ാമത്തെ കിതാബ് ഏതാണ്? ഈ സദസ്സോട് ഞാൻ ചോദിക്കുക, ഖുർആൻ കഴിഞ്ഞാൽ 2ാമത്തെ പുസ്തകം, 2ാമത്തെ കിതാബ് ഏതാണ്? സഹീഹുൽ ബുഖാരി അല്ലേ? സഹീഹുൽ ബുഖാരി. ഏകദേശം 6000-ന്റെ അടുത്തുള്ള ഹദീസുകൾ, 6000-ന്റെ അടുത്തുള്ള ഹദീസുകൾ ഈ സഹീഹുൽ ബുഖാരി പഠിക്കാതെ, അതിന്റെ 2 വോള്യങ്ങളും പഠിക്കാതെ ഒരാലിമും ആലിമാവൂല. ആലിമിന്റെ സനദും കിട്ടൂല. ഈ സഹീഹുൽ ബുഖാരി എഴുതിയതാരാ? 1,00,000-ഓളം ഹദീസുകൾ സനദ് സഹിതം കാണാതെ പഠിച്ച് അതിന്റെ എല്ലാ അർത്ഥങ്ങളും വ്യാപകമായ വ്യാഖ്യാനങ്ങളും ചരിത്രങ്ങളും പഠിച്ച മഹാനായ ഇസ്മായിൽ ബുഖാരി റഹിമഹുല്ലാഹ്. ആ കുഞ്ഞിന്റെ ഉമ്മ അദ്ദേഹത്തെ 7ാമത്തെ വയസ്സിൽ ഹാഫിളാക്കി. നമ്മുടെ മക്കൾക്ക് നിസ്കാരത്തിന്റെ ഫർളും അറിയില്ല, സുന്നത്തും അറിയില്ല, ഷർത്തും അറിയില്ല, ഫാത്തിഹ പോലും ചൊവ്വനെ ഓതാൻ അറിയില്ല. ആ കുഞ്ഞിന്റെ ഉമ്മ 7ാമത്തെ വയസ്സിൽ ആ കുഞ്ഞിനെ ഹാഫിളാക്കി. കേട്ടോ, 7 വയസ്സ് കഴിഞ്ഞ് ഹാഫിളായി കഴിഞ്ഞപ്പോ, ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി കഴിഞ്ഞപ്പോ ആ കുഞ്ഞിന്റെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞ് 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 പൂർണ്ണ അന്ധനായി മാറി. പൂർണ്ണ അന്ധനായി മാറി. ആ ഉമ്മയുണ്ടല്ലോ, സുബഹിക്ക് മുമ്പ് തഹജ്ജുദിന് എഴുന്നേറ്റിട്ട് റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാഹ് എന്റെ കുഞ്ഞിനെ ആലിമാക്കണം, ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതനാക്കണം. ആ കുഞ്ഞ് ഹാഫിള് ആയപ്പോഴേ അന്ധനായി. ആ കുഞ്ഞിന്റെ കാഴ്ച നീ തിരിച്ചു കൊടുക്കണേ അല്ലാഹ്. 1 കൊല്ലം തഹജ്ജുദ് നിസ്കാരത്തിൽ ദുആ ചെയ്തു, കാഴ്ച തിരിച്ചു കിട്ടിയില്ല. 2ാമത്തെ കൊല്ലം മുഴുവനും തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞ് ആ ഉമ്മ ദുആ ചെയ്തു, കാഴ്ച തിരിച്ചു കിട്ടിയില്ല. 3 കൊല്ലം തുടർച്ചയായി സുബഹിക്കും ളുഹറിന് ശേഷം അല്ല, തഹജ്ജുദിന് ശേഷം ദുആ ചെയ്തു. 9ാമത്തെ വയസ്സിൽ ആ കുഞ്ഞിന്റെ കാഴ്ച തിരിച്ചു കിട്ടി. ആരുടെ ദുആയുടെ ഫലം? ആരുടെ ദുആയുടെ ഫലം? ഉമ്മയുടെ ദുആയുടെ ഫലം. അതൊരു മാതൃക ഉമ്മയായി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നടന്ന ഖാദിസിയ യുദ്ധത്തിൽ കവിയത്രിയായ ഹൻസ റളിയല്ലാഹു അൻഹ 4 ആൺമക്കളെയും വിളിച്ചിട്ട് ഉപദേശിച്ചിട്ട് പറഞ്ഞു, തിരിച്ച് ജീവനോടെ വരണ്ട. യുദ്ധത്തിന് പോകുമ്പോ പേർഷ്യക്കാരുമായിട്ടുള്ള ഈ പോരാട്ടത്തിൽ നിങ്ങൾ ജീവനോടെ വരുന്നതല്ല എൻ്റെ ആഗ്രഹം. നിങ്ങൾ ജീവനില്ലാതെ ബ്ലഡ് ഒഴുകി, രക്തമൊഴുകി, ഷഹീദായി രക്തസാക്ഷികളായ മയ്യത്തിനെ എടുക്കാനാണ് ഞാൻ ഈ 2 കരങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മ 4 മക്കളോട് പ്രസംഗിച്ചു. പേർഷ്യക്കാരുമായിട്ടുള്ള യുദ്ധത്തിൽ, ആ ഖാദിസിയ യുദ്ധത്തിൽ 4 മക്കളും ഷഹീദായി. മൂത്തവൻ ഷഹീദായി, അൽഹംദുലില്ലാ എന്ന് ഉമ്മ പറഞ്ഞു. 2ാമത്തവനും 3ാമത്തവനും 4ാമത്തവനും രക്തസാക്ഷിയായപ്പോൾ ആ ഉമ്മ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇന്ന് നമ്മുടെ ഉമ്മമാരുടെ അവസ്ഥ എന്താ? തുള്ളാൻ തുള്ളാൻ കൂടെ തുള്ളാൻ. കല്യാണത്തിനും തുള്ളും, സ്റ്റേജിലും തുള്ളും. ഉമ്മയുടെ കൂടെ മക്കളും തുള്ളും. ഉമ്മയുടെ കൂടെ മക്കളും തുള്ളും. ഉമ്മാക്ക് ളുഹറില്ല, ഉമ്മാക്ക് അസറില്ല, മക്കൾക്ക് അതുമില്ല. അള്ളാഹു കാക്കുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി ബ്രിട്ടീഷുകാരുമായിട്ടുള്ള പോരാട്ടത്തിൽ ജയിലുകളിൽ നിന്നും ജയിലുകളിലേക്ക്, ജയിലുകളിൽ നിന്നും ജയിലുകളിലേക്ക്, അങ്ങനെ അവരെ തൂക്കിക്കൊല്ലാൻ വേണ്ടി ബ്രിട്ടീഷുകാർ തീരുമാനിച്ചപ്പോൾ ഉമ്മ അടുത്ത് വിളിച്ചിരുത്തിയിട്ടൊരു വസിയത്തുണ്ട്. മൗലാന ഷൗക്കത്ത് അലി, മൗലാന മുഹമ്മദ് അലി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഇവിടുത്തെ സുരേന്ദ്രനും രമേശനും അബൂബക്കറും സിദ്ദീഖും നാസറും ഒക്കെ അനുഭവിക്കുന്നത്. ആ ഉമ്മ പറഞ്ഞെന്താണെന്നറിയോ? ബ്രിട്ടീഷുകാർ നിങ്ങൾ 2 ആളെയും തൂക്കുമരത്തിലേക്ക് അടുപ്പിക്കുമ്പോൾ അവസാനം തിന്നാനൊരു ഭക്ഷണം തരും. അതിൻ്റെ പേര് കൊലച്ചോറ് എന്നാ മക്കളെ, കൊലച്ചോറ്. ആ ഭക്ഷണം തിന്നുപോയേക്കരുത്, നിങ്ങൾ പട്ടിണി കിടന്നിട്ട് വേണം ആ കൊലക്കയറിലേക്ക് അടുക്കാൻ എന്ന് ഉമ്മ. ആ ചോറെങ്ങാനും നിങ്ങൾ തിന്നാൽ
ഞാൻ ആദ്യം 2 വർഷത്തെ മുലപ്പാൽ കുടിക്കുന്ന ആയത്തോതിയില്ലേ, ഇനി ഞാൻ ആ വിഷയത്തിലേക്ക് മടങ്ങി വരാം. ആ കൊലച്ചോറെങ്ങാനും നിങ്ങൾ തിന്നാൽ എന്റെ മാറിടത്തിൽ നിന്നും നിങ്ങൾ 2 കൊല്ലം വീതം കുടിച്ച മുലപ്പാൽ നിങ്ങൾക്ക് ഹറാമാണ്. നിങ്ങൾക്ക് ഹറാം. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ.